നമുക്കിന്ന് അയിലയാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. നല്ല വലിപ്പമില്ലെങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള അയിലയാണ് കിട്ടിയത്. അപ്പം 3 എണ്ണം അല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കാണ്. ഇന്ന് നമുക്കൊരു കല്യാണത്തിന് പോകാണ്ട്. അപ്പോൾ ഇത് രാത്രിത്തേക്ക് വെച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. ഉച്ചത്തേക്ക് നമ്മൾ പിന്നെ കല്യാണ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് നന്നായിട്ട് മുറിച്ച് കറി വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് 2 ഭാഗത്തെയും ചുണങ്ങ് നമുക്ക് കളയാം കേട്ടോ. ഇതിൻ്റെ 2 ഭാഗത്തുള്ള ചിറക് എടുക്കാം. എന്നിട്ട് വാല് നമുക്കെടുക്കാം കേട്ടോ. ഇനി ഇവിടുത്തെ ഇതാ നമുക്ക് ഈ ചുണ്ടൊന്നിങ്ങനെ തുറന്നിട്ട് ഇതും കൂടി പിടിച്ച് വലിക്കാം. എന്നിട്ട് ഇതാ ഇതും കൂടെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വയറൊന്നും കൂടെ കീറിയെടുക്കാം. എന്നിട്ട് ഈ ചകളെ അടക്കം നമുക്കിതിങ്ങോട്ട് വലിച്ചെടുക്കാം. എല്ലാ വേസ്റ്റും നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ ചുണ്ടെടുക്കാം. ചിലർ കണ്ണും അങ്ങോട്ട് കളയും കേട്ടോ. പക്ഷെ ഞാൻ ഇവിടുത്തെ മക്കൾക്ക് കണ്ണ് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചുണ്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഈ കണ്ണടക്കം അങ്ങോട്ട് പോക്കണം. പക്ഷെ ഇവിടുത്തെ മക്കൾ കണ്ണ് ചോദിക്കുക, അതുകൊണ്ട് ഞാൻ കണ്ണ് പോക്കുന്നില്ല. ഇനി തലേൻ്റെ ഇവിടെ നമ്മൾ മുറിച്ചെടുക്കാം. ഒരു പീസ് 3 പീസാക്കാം കേട്ടത്. അപ്പോൾ അതാ മുറിച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് 3 എണ്ണം അങ്ങനെ തന്നെ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേ അതിൽ നമ്മൾ നന്നായിട്ട് മുറിച്ച് കഴുകിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കറി വെക്കാൻ പോവുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുടംപുളി വേണം, പച്ചമുളക്, തക്കാളി, ഇഞ്ചി വേണം. അപ്പോൾ ഇതൊക്കെ പാടെ നമ്മൾ അതാണ് കഷ്ണങ്ങളായിട്ട് വേണ്ടത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതും വേണം കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. ഇഞ്ചി ഞാൻ തേങ്ങ കൂട്ടിയിട്ടാട്ടോ ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളി അരയ്ക്കുന്നത്. അപ്പോൾ തക്കാളി മാത്രമാണ് കഷ്ണമായിട്ടിരുന്നത്. തക്കാളിയും കുടംപുളി. നമ്മൾ കറിയൊക്കെ കലക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് നമ്മളിത് വിറകടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതപ്പോൾ അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പം ഞാൻ അടുപ്പത്തേക്ക് മാറ്റാൻ പോവാണ്. തേങ്ങ അരയ്ക്കുമ്പോഴേക്ക് നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം. കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്, ഒരു 2 മിനിറ്റ് അങ്ങനെ കിടന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കഷ്ണം ഒന്ന് സെറ്റാവട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് കഷ്ണം ഒന്ന് പറപ്പിക്കും. വച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ കലക്കി പാരാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ കലക്കി പാർന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പതച്ചാൽ നമുക്ക് ഇറക്കി വെക്കാം കേട്ടോ. പിന്നെ ഇതിൽ കരിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഇറക്കി വെക്കാൻ പോവുകയാണ്. ഇത് ഇറക്കി വെച്ചിട്ട് കരിവേപ്പില ഇട്ടാലും മതി, അല്ലെങ്കിൽ നമ്മൾ വറവിടും. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ കരിവേപ്പില ഒന്ന് ചൂടാക്കിയിട്ട് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. വറവ് ഞാനിവിടെ വറവിടുന്നില്ല കേട്ടോ. ഇങ്ങനെ ചൂടോടെ ഇറക്കി വെക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ആ ചൂടിലങ്ങോട്ട് മെൽട്ടാവും നമ്മുടെ കരിവേപ്പില. പിന്നെ ഈ തേങ്ങ അരച്ച മത്തി, മാന്ത, അയില ആ കറിയിലൊക്കെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് തേങ്ങ അരച്ച കറിക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ അതിൽ ഇഞ്ചിയും ചെറിയുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് തേങ്ങ അരച്ച് ചേർത്താൽ ടേസ്റ്റ് ഉണ്ടാവും. അതാണ് രസം ഉണ്ടാവുക. പിന്നെ വറവിടുമ്പോൾ അതേമാതിരി ചെറിയുള്ളിയിൽ കടുക്കിലിടുന്നതിനെക്കാട്ടും ചെറിയുള്ളിയിൽ വറവിടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. തേങ്ങ അരച്ച കറിക്കൊക്കെ, മുളകിട്ട കറിക്ക് അങ്ങനെ തന്നെയാണ്, ചെറിയുള്ളിയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.